ഇദ്ദേഹം വിദേശത്തുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് മക്കളുണ്ട്. അത്യാവശ്യം പ്രായമായ കുട്ടികളാണുള്ളത്. പ്രായം കഴിഞ്ഞിട്ടില്ല എന്തായാലും. ഇതിൽ ഭാര്യയുടെ പ്രസവം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഭയങ്കര ദേഷ്യമാണ്. ചെറിയ കാര്യത്തിന് വരെ തെറ്റുന്നൊരു സാഹചര്യമുണ്ട്. മാത്രമല്ല പിന്നെ ഒന്നും പോസിറ്റീവായി കാണാൻ എന്ത് ചെയ്യുന്നില്ല, ശ്രമിക്കുന്നില്ല. പലരും ഉപദേശിച്ചിട്ടുണ്ട്, പക്ഷെ ഉപദേശം ഒന്നും ഉൾക്കൊള്ളാൻ അവർ തയ്യാറാകുന്നില്ല. പിന്നെ ഇദ്ദേഹം പറയണത് ആവറേജ് പറയുകയാണെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതൽ, ഒരു 2 ആഴ്ചയിൽ കൂടുതൽ ഞങ്ങൾ നല്ല രീതിയിൽ നിൽക്കാറില്ല. കുറച്ച് നിൽക്കും, പിന്നെ അത് വേഗം പ്രശ്നമായി മാറുന്ന. ഇതിലൊരു ഗൗരവമുള്ളൊരു വിഷയം പറയണത്, പലപ്പോഴും ഞാൻ അങ്ങോട്ട് ചെന്ന് മിണ്ടാണ് പതിവ്. ഇങ്ങോട്ട് വന്ന് മിണ്ടുന്ന ഒരു സാഹചര്യവും ഉണ്ടാവാറില്ല. ഇയാളോട് മാത്രമല്ല മക്കളോടും വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. മകൻ എന്ത് ചെയ്യാണ്, മകൻ വരെ ഉമ്മയിൽ നിന്ന് അകന്നു നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ഒപ്പരുന്ന് ഭക്ഷണം കഴിക്കുകയോ സംസാരിക്കുകയൊന്നും ചെയ്യാത്ത ഒരു സാഹചര്യമുണ്ട്. പിന്നെ എന്താ അമ്മാനോട് സംസാരിക്കാത്തതെന്ന് മകനോട് ചോദിച്ചാൽ അമ്മാനോട് സംസാരിച്ചാൽ അമ്മ എന്ത് ചെയ്യും, അമ്മ വേഗം തെറ്റിപ്പോവാണ്, എന്താ ഇപ്പം ചെയ്യാന്ന്. ഇതിലൊരു ഭീകരമായൊരു പ്രശ്നം, മകനെയും മകളെയും അടക്കം ഈ ഉമ്മ സംശയിക്കുന്നു എന്നുള്ളതാണ്. മകൻ പറഞ്ഞത് ഉമ്മ വളരെ ചീപ്പായിട്ടാണ് ഞങ്ങളെ മനസ്സിലാക്കുന്നതെന്നാണ്. അവർ ഒന്ന് സന്തോഷത്തോടു കൂടി ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ പോലും ഉമ്മക്ക് സംശയമാണ്. നിങ്ങൾ രണ്ടാളും ഇവിടെ ഒറ്റക്കാക്കി പോകാൻ എനിക്ക് പേടിയാണ്, നിങ്ങളെന്തെങ്കിലും ചെയ്യും എന്നൊക്കെയാണ് ഉമ്മ പറയണത് എന്നാണ്. പിന്നെ മകളുടെ കാര്യത്തിലും വലിയ പ്രതിസന്ധി ഉണ്ട്. ഉപ്പാനോട് എന്തെങ്കിലും സംസാരിച്ചാൽ പോലും അത് പ്രശ്നമാണ്. അപ്പോൾ ഉപ്പാനോട് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ മകൾ എന്ത് ചെയ്യാണ്, ഇത് ഉമ്മ അറിയരുത് കേട്ടോ എന്നുള്ള നിലക്കൊക്കെയാണ് സംസാരിക്കുന്നതാണ്. വളരെ ദീർഘമായി ഈ വിഷയം ഏതായാലും സംസാരിക്കേണ്ട വളരെ ഒരു പ്രതിസന്ധിയിലാണ് ഇയാളുള്ളത്. അവസാനത്തെ ഒരു വാചകം, പലപ്പോഴും സംസാരിച്ചിട്ടൊന്നും ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. ഈ പ്രശ്നത്തിനൊരു ഉപദേശം പ്രതിവിധി നിർദ്ദേശിക്കാൻ താല്പര്യപ്പെടുന്നു എന്നാണ്. ഇതിലൊരു ചെറിയൊരു പ്രശ്നം എനിക്ക് തോന്നുന്നത്, കേട്ടപ്പോൾ തോന്നുന്നത്, പല സ്ത്രീകൾക്കും ഈ ഡെലിവറിയോടനുബന്ധിച്ച് മാനസിക പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പൊ ഇതിലൊരു പ്രസവത്തിന് ശേഷമാണ് ഈ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. അതായത് പ്രസവത്തിന്റെ മുമ്പ് ഇപ്പൊ നമ്മൾ സാധാരണ ഒരു നേർക്കുനേരുള്ള ഒരു കൗൺസിലിംഗ് ആണെങ്കിൽ ഇപ്പൊ നമ്മൾ അവിടെ ചോദിക്കാൻ പോകുന്നത് പ്രസവത്തിന് മുമ്പുള്ള സ്വഭാവവും ശേഷമുള്ള സ്വഭാവവും തമ്മിൽ അതിന് മാത്രം അന്തരമുണ്ടെങ്കിൽ അത് ഈ ഡെലിവറിയോടനുബന്ധിച്ച് വന്ന എന്തോ ചെറിയ പ്രയാസങ്ങളാവാം. അതിന് വേറൊരു കാര്യം കൂടി അതിനെ ബലപ്പെടുത്തുന്നുണ്ട്. അതായത് ഇത് ഭർത്താവിനോടുള്ള ഒരു പെരുമാറ്റ പ്രശ്നം മാത്രമാണെങ്കിൽ അത് നമുക്കൊരു ഭാര്യ ഭർത്തൃ പ്രശ്നമായിട്ട് കാണാൻ പറ്റും. എന്നുവെച്ചാൽ മാനസികമായ എന്തെങ്കിലും വിഷമങ്ങളിലൂടെ വരുന്ന പ്രശ്നമാണെങ്കിൽ അത് എല്ലാവരോടും ഒരുപോലെ ആയിരിക്കും. അതുകൊണ്ടാണ് മക്കളും അനുഭവിക്കാനുള്ള കാരണം. അതുകൊണ്ട് വളരെ ചെറിയൊരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾ എന്തെങ്കിലും ചെറുതായ മെഡിസിനൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന് ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അതൊരു വിഷയമാണ്. അപ്പൊ നമുക്കത് വേറെ നിലക്ക് നമ്മൾ ഇതിന് ഉപദേശങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് വലിയൊരു പ്രയോജനം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ കാര്യം പറയണത്, അതെ, ഈ അവരോട് നിങ്ങളൊരു കൗൺസിലിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള സംസാരം നടത്തിയപ്പോ എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ എന്നെ മനസ്സിലാക്കാത്തതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അത് ഈ കൗൺസിലിങ്ങിന്റെ വിഷയം എന്താന്ന് വിചാരിച്ചാൽ, നമ്മൾ ഈ കൗൺസിലിങ്ങിന് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ആളുകളുടെ വിചാരം എന്താണ്, ഇയാൾക്ക് മാനസികമാണെന്ന്. അതായത് എന്തോ മാനസിക പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് കൗൺസിലിംഗ് എന്നുള്ളതാണ്. സത്യത്തിൽ അതൊരു വളരെ തെറ്റായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാല്. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഒരു പ്രശ്നം നമ്മൾ എന്ത് ചെയ്യുക, റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടല്ലോ, അപ്പൊ ആ പ്രശ്നമുണ്ട്, അതാര് തമ്മിലാണ്, ഭാര്യയും ഭർത്താവും തമ്മിലാണ്, അല്ലെങ്കിൽ മക്കളും എല്ലാവരും. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യാം, എന്താണ് ഞങ്ങളെ വീട്ടിൽ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് ഞങ്ങൾക്കിടയിൽ നിരന്തര പ്രശ്നം എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്കാണ് പോണത്. അവിടെ എന്തല്ല ഒരു വ്യക്തിനെ മാത്രം ഇരുത്തിയിട്ട് ബാക്കിയുള്ളൊക്കെ പുറത്തിരിക്കല്ല ചെയ്യില്ല. ഇവരോടൊക്കെ ചോദിച്ചിട്ടാണ് ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ അതുകൊണ്ട് കൗൺസിലിങ്ങിന് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ ഒരു മാനസിക രോഗിയായി എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണ് പല ആളുകളും കൗൺസിലിങ്ങിനെ നിരാകരിക്കാനുള്ള കാരണം. പിന്നെ ഞാൻ ഈ ചോദ്യത്തിൽ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും അവൾ പിണങ്ങും. അതേപോലെ തന്നെ പിന്നെ ഞാൻ പോയി മിണ്ടുകയാണ് ചെയ്യുക, അവൾ ഒരിക്കലും ഇങ്ങോട്ട് വരില്ല എന്നാണ്. ഈ കേസിൽ നിന്ന് നമ്മൾ അതൊന്ന് മാറ്റി നിർത്തി ചിന്തിക്കുമ്പോൾ, ഈ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാനസികമായ വിഷമത്തിനും ബന്ധപ്പെട്ടതാണെങ്കിൽ നമ്മൾ എന്താണ് അതിന് പരിഹാരം കാണാതെ ഒന്നിനും പരിഹാരം കാണില്ല. ഈ പൊതുവെ എന്താന്ന് വിചാരിച്ചാൽ, ഈ പുരുഷന്മാർ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്, ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കൺട്രോളിലാക്കാനുള്ള എന്തെങ്കിലും ഒരു പരിപാടി അവർ കണ്ടെത്തും.
കാരണം അവരുടെ കാര്യങ്ങൾ നടക്കാനും അത് ഒരു തന്ത്രപരമായിട്ടോ അല്ലെങ്കിൽ കൃത്രിമായിട്ടോ ഒന്നല്ല. മനസ്സിലായത് അങ്ങനെയാണ്. ഇപ്പൊ നമ്മുടെ കുട്ടികളുണ്ടല്ലോ, അപ്പൊ കുട്ടികൾ അവരുടെ ആവശ്യങ്ങൾ നേടാൻ വേണ്ടി എന്ത് ചെയ്യുക, ചിലപ്പോൾ കരയാ, ചിലപ്പോൾ വാശി പിടിക്കുക, ചിലപ്പോൾ പിണങ്ങി നിൽക്കുക, ചിലപ്പോൾ എവിടെയെങ്കിലും വല്ല കട്ടന്റെ പിന്നിൽ പോയി ഒളിച്ച് പേടിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ അവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി. ഇതേപോലെ തന്നെ പലപ്പോഴും സ്ത്രീകളും ഇതേപോലുള്ള സംഗതികൾ കണ്ടെത്തും. അതിലൊരു പ്രധാന കാര്യമാണ് എന്ത് ചെയ്യുക, പിണങ്ങുക എന്നുള്ളത്. കാരണം ഈ പിണക്കം എന്ന് പറയുമ്പോൾ അതിന് കുറെ പ്രശ്നങ്ങളുണ്ട്. ഒന്നിപ്പോ നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമ്മളോട് പിണങ്ങി എന്ന് പറയുമ്പോൾ നമ്മൾ ആകെ ഡിസ്റ്റർബ്ഡ് ആകും, ആകെ വിഷമത്തിലാവും. അപ്പൊ അത് നമ്മളെ മാനസികമായി തളർത്തും. അത് ഇതിന്റെ ഒരു ഗുണമാണ്. രണ്ടാമത്തെ എന്താ വെച്ചാൽ പിണങ്ങി കഴിയുമ്പോൾ ഇപ്പൊ നമ്മളെല്ലാം ഭാര്യനെ ആശ്രയിച്ചാണല്ലോ നിൽക്കുന്നത്. അപ്പൊ അവര് പിണങ്ങണതോട് കൂടെ എന്ത് ചെയ്യും, നമ്മുടെ ലൈഫ് തന്നെ എന്താകും, ഡിസോർഡർ ആകും. പിന്നെ ഇവരുടെ പിണക്കത്തിനുള്ള ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് നമ്മളിപ്പോ എന്ത് പിണങ്ങിയാലും അടുത്ത നിമിഷം നമ്മൾ റെഡി ആയില്ലേ. പക്ഷെ ഇവർ പിണങ്ങിയാൽ എന്ത് ചെയ്യൂല, ആ പിണക്കം നമ്മളായി തീർക്കും വരെ ആ പിണക്കം നീളും. അത് ഒരാഴ്ചയോ 2 ആഴ്ചയോ 3 ആഴ്ചയോ 1 മാസമൊക്കെ വേണമെങ്കിൽ നീണ്ടു പോകാൻ പറ്റും. അതാണ് അതിന്റെ ഒരു കാര്യം. അപ്പോ സാധാരണ എന്താണ് ഇത്തരം പിണക്കത്തെ എങ്ങനെ നേരിടാൻ പറ്റുന്ന വെച്ചാൽ, പിന്നെ ഒന്നിപ്പോ പിണക്കം നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു എന്ന് കാണുമ്പോൾ പിണക്കത്തിന്റെ ആയുസ് കൂടുകയാണ് ചെയ്യുക. എങ്ങനെ അല്ല, പിണക്കം ഇപ്പൊ ഭാര്യ എന്നോട് പിണങ്ങുമ്പോ അത് എന്നെ വല്ലാതെ ബാധിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പിണക്കത്തിന്റെ ഡ്യൂറേഷൻ കുറയും. അത് പിണക്കം പിന്നെ എപ്പോഴും പിണങ്ങാനേ നേരിടാവും, പിണക്കത്തിന്റെ എണ്ണം കൂടും. അപ്പോ സാധാരണഗതിയിൽ ഞാൻ നിങ്ങളോട് പിണങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് ഉണ്ടാവും, അതേ ഫീലിംഗ് ഞാൻ പിണങ്ങുമ്പോഴും ഉണ്ടാവും. ഒരാൾ പിണങ്ങി ആവട്ടെ, അവർ പിണങ്ങട്ടെ, അവർക്ക് അതുകൊണ്ടൊരു സമാധാനം കിട്ടുകയാണെങ്കിൽ അവർ പിണങ്ങട്ടെ എന്ന് തീരുമാനിച്ച് ആ പിണക്കം നന്നാവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യണം, പിണങ്ങാൻ പോകുന്നില്ല. പക്ഷെ നമുക്ക് ഇണങ്ങാൻ കഴിയില്ലല്ലോ. അപ്പൊ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, നോർമലായ സംഗതികൾ നടക്കുന്നു. വളരെ ഡീപ്പായിട്ടുള്ള സ്നേഹപ്രകടനങ്ങളും അറ്റാച്ച്മെന്റുകളൊക്കെ വേണമെങ്കിൽ പിണക്കം തീരണം. അപ്പൊ പിണക്കം തീരാൻ അവരുടെയും ആവശ്യമായി. ഇപ്പൊ എങ്ങനെ വെച്ചാൽ ഭാര്യ പിണങ്ങിയാൽ നമ്മൾ ആവശ്യക്കാരാവുന്നതുകൊണ്ട് സോറി ഞാൻ ചെയ്തതിൽ എന്തിനുണ്ടെങ്കിൽ നീ ക്ഷമിക്ക്, നീ എന്താക്കി എന്ന് പറഞ്ഞ് എപ്പോഴും സോറി പറയും. അപ്പൊ സ്വാഭാവികമായും എന്ത് ചെയ്യും, ഇതിന്റെ ഒരു പിണക്കത്തിന് അതിനൊരു വില ഉണ്ട്, അതൊരു പരിഹാരമാണ് എന്ന ചിന്തയിലേക്കാണ് വരിക. അപ്പൊ നമ്മൾ സംഭവിക്കട്ടെ, അവർക്ക് നമ്മളോട് പിണങ്ങി നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കട്ടെ, കുറച്ച് അങ്ങനെ സമാധാനം ആവട്ടെ, അവിടെ പിണക്കം തീരുമ്പോൾ അവർ വരട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിണക്കത്തിന്റെ എണ്ണം കുറയും, സമയം കുറയും, ഡ്യൂറേഷൻ കുറയും. പിന്നെ പൊതുവെ പിണങ്ങാൻ എപ്പോഴാണോ പിണക്കം ഉണ്ടാകുന്നത് ഒരേ സാഹചര്യങ്ങളേക്കാരും, ഒരേ സംസാരങ്ങളേക്കാരും, ഒരേ വിഷയങ്ങളായിരിക്കും. അപ്പൊ അങ്ങനത്തെ വിഷയങ്ങളെ ബോധപൂർവം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാം. എന്നാൽ പൊതുവെ കുറയ്ക്കാൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത്. ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല. എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും. നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം. സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും. പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം. വിഷമിക്കേണ്ട, പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമന്റ് ചെയ്യൂ.